ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ടുതന്നെ ഇനി നമ്മൾ ഫൈനൽ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും മോഡൽ ചോദ്യപേപ്പറുകളുമാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ മോഡൽ ചോദ്യോത്തരങ്ങൾ നോക്കാം. ആദ്യമായി ഉണ്ടാവുക ഒരു പാസേജ് തന്നിട്ട് അതിന് താഴെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാനായിരിക്കും. പൊതുവെ ഈ വിഭാഗം ചോദ്യങ്ങളിൽ സാധാരണ കണ്ടുവരുന്നത് WH ചോദ്യങ്ങൾ, വാട്ട്, വൈ, ഹൗ, വെൻ, ഹൂ തുടങ്ങിയവ, അല്ലെങ്കിൽ യെസ്, നോ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്നുള്ള അർത്ഥം കണ്ടെത്തൽ, അല്ലെങ്കിൽ നൗൺ ഫ്രേസ് അല്ലെങ്കിൽ വേർബ് ഫ്രേസ് എന്നിവ കണ്ടെത്തൽ, അല്ലെങ്കിൽ ഇൻഫറൻസ് ക്വസ്റ്റ്യൻസ്, നേരിട്ട് പറഞ്ഞിട്ടില്ലാത്ത ആശയം കണ്ടെത്തൽ മുതലായവയാണ്. ഇവ പാഠഭാഗം ശ്രദ്ധിച്ചു വായിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാനാണ്. ഈ പാസേജുകൾ പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയായിരിക്കും വരിക. ഈ വർഷം നടന്ന ക്രിസ്മസ് പരീക്ഷയിലെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടത്. അതിനു വേണ്ടത് പാഠഭാഗം കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി പ്രധാനമായും വരുന്നത് ഒരു കവിത തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ്. സാധാരണയായി വരാറുള്ള ചോദ്യങ്ങൾ കവിതയുടെ ആശയം, സന്ദേശം, ഭാവം അഥവാ മനോഭാവം എന്നിവ എഴുതാനും, അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസസ് അഥവാ കവിതയിൽ ഉപയോഗിച്ച അലങ്കാരങ്ങൾ തിരിച്ചറിഞ്ഞെഴുതാനും ഒക്കെയാണ്. അതായത് സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ, ഇമേജറി എന്നീ പോയറ്റിക് ഡിവൈസുകൾ എഴുതാനാണുണ്ടാവുക. ഈ ഓരോ പോയറ്റിക് ഡിവൈസുകളെപ്പറ്റിയും വ്യക്തമായി മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കവിതയുടെ അപ്രിസിയേഷൻ എഴുതാനും വരാറുണ്ട്. അല്ലെങ്കിൽ രണ്ട് കവിതകൾ തന്നിട്ട് കവിതകളുടെ ആശയം താരതമ്യം ചെയ്ത് ഒരു പാരഗ്രാഫ് എഴുതാനും വരാറുണ്ട്. അതൊരു പക്ഷേ ഒരു കവിത പാഠഭാഗത്തു നിന്നും മറ്റൊന്ന് പാഠഭാഗത്തിന്റെ പുറത്തുനിന്നും വരാൻ സാധ്യതയുണ്ട്. മേലെ പറഞ്ഞതുപോലെ തന്നെ ഈ ചോദ്യവും പാഠഭാഗം അടിസ്ഥാനമായിരിക്കും. അതുകൊണ്ടുതന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകാൻ പ്രധാനമായും പാഠഭാഗം വ്യക്തമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനിയുള്ളത് 1. പാരഗ്രാഫ് റൈറ്റിംഗ്, 2. ക്യാരക്ടർ സ്കെച്ച്, 3. റിവ്യൂ അല്ലെങ്കിൽ റൈറ്റപ്പ്, 4. ന്യൂസ് റിപ്പോർട്ട്, 5. ഡയറി എൻട്രി, 6. ലെറ്റർ ടു ദി എഡിറ്റർ, 7. ഇമെയിൽ റൈറ്റിംഗ്, 8. നോട്ടീസ് റൈറ്റിംഗ്, 9. ഇൻവിറ്റേഷൻ റൈറ്റിംഗ്, 10. ഡയലോഗ് അല്ലെങ്കിൽ കോൺവെർസേഷൻ, 11. റിപ്പോർട്ടഡ് സ്പീച്ച്, 12. അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ ജിംഗിൾ, 13. എഡിറ്റിംഗ് എ പാസേജ്, 14. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, 15. ഫ്രേസൽ വെർബ്സ്, 16. പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ, 17. ടേബിൾ അല്ലെങ്കിൽ ചാർട്ട് ബേസ്ഡ് എന്നിവയാണ്. ഇവ ഓരോന്നും ഓരോ സെപ്പറേറ്റഡ് വീഡിയോ ആയി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മുടെ ഫൈനൽ എക്സാമിൽ ഇവയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അതുകൊണ്ടുതന്നെ ഇവയിൽ നിന്നും ഓരോ പാഠഭാഗത്തു നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ളവയെടുത്ത് വിവരിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. ബൈ.